നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹരിത കേരളം പദ്ധതികൾക്കായി ത്രിതല പഞ്ചായത്തുകൾ ഒരുങ്ങുന്നു. പഞ്ചായത്ത് മുനിസിപ്പൽ തല പ്രഖ്യാപനങ്ങൾ 8-ന്. വിളംബര റാലികൾ നടന്നു. ഭവനരഹിത ഭൂരഹിത കേരളം KSKTUവിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. പിരിച്ചുവിട്ട ജീവനക്കാരന് ആനുകൂല്യം നൽകണം. BJPയുടെ നേതൃത്വത്തിൽ പുല്ലൂർ ബാങ്കിന് മുന്നിൽ സമരം. വിശ്വ തുളുവരെ അയനോ കാസർഗോഡ് നടക്കും. 5 വേദികളിൽ ബദിയടുക്കയിലാണ് പരിപാടി നടക്കുന്നത്. ശില്പി മനോജ് മേഘയുടെ മ്യൂറൽ ചിത്രങ്ങളുടെ പ്രദർശനം കാഞ്ഞങ്ങാട്ട് ആർട്ട് ഗാലറിയിൽ തുടങ്ങി. കടയങ്കയം തട്ടിലെ K രാധികയുടെ നേട്ടത്തിന് പൊൻതിളക്കം. ഇനി മെഡിക്കൽ പഠനത്തിന്റെ നാളുകൾ. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ അജാനൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ കുടുംബസംഗമം നടന്നു. വാർത്തകൾ വിശദമായി. നവകേരള മിഷന്റെ ഭാഗമായുള്ള ഹരിത കേരളം പദ്ധതിയുടെ കാഞ്ഞങ്ങാട്ട് മുനിസിപ്പൽ തല ഉദ്ഘാടനം 8-ന് നടക്കും. വിളംബര ജാഥ നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭയുടെ ഹരിത കേരളം പദ്ധതിയുടെ മുനിസിപ്പൽ തല ഉദ്ഘാടനം 8-ന് നടക്കും. കാഞ്ഞങ്ങാട്ട് വിളംബര ജാഥ നടന്നു. പുതിയ കോട്ടയിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു. ജാഥ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം കഥാകൃത്ത് ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. മരങ്ങളില്ലാതായാൽ നാം എന്തുമാത്രം പ്രയാസപ്പെടുമെന്ന് കാഞ്ഞങ്ങാട്ടെ കച്ചവടക്കാർക്കും കാഞ്ഞങ്ങാട്ടെ നിവാസികൾക്കും യാത്രക്കാർക്കുമൊക്കെ ബോധ്യപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 10-30 വർഷമായി ഇത്തരം കാര്യങ്ങൾ എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി കഥകൾ എഴുതുകയും നോവലുകൾ എഴുതുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ പാരിസ്ഥിതികമായ ചെറിയ മാറ്റങ്ങളെപ്പോലും എപ്പോഴും ശ്രദ്ധിച്ച് ആകുലപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് എനിക്ക് ഉള്ളത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ L. സുലേഖ അധ്യക്ഷയായി. ചടങ്ങിൽ C. യൂസഫ് ഹാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N. ഉണ്ണികൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗംഗാ രാധാകൃഷ്ണൻ, അജയ്കുമാർ നെല്ലിക്കാട്ട്, HR ശ്രീധർ, H. റംഷീദ്, സന്തോഷ് കുശാൽ നഗർ, MK വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നവകേരള മിഷന്റെ ഹരിത കേരളം പദ്ധതിക്കായി ത്രിതല പഞ്ചായത്തുകൾ ഒരുങ്ങുന്നു. അജാനൂർ പഞ്ചായത്തിലെ രാവണീശ്വരത്ത് വിളംബര റാലി നടന്നു. നവകേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന ഹരിത കേരളം പദ്ധതിയുടെ മുന്നോടിയായാണ് രാവണീശ്വരത്ത് വിളംബര റാലി നടന്നത്. വിളംബര റാലിയിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും പങ്കാളികളായി. തുടർന്ന് നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് P. ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ഹരിത കേരളം, അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ വിദ്യാലയപരമായിട്ടുള്ള പഠനത്തിന് മുന്നോക്കം പോകാനുള്ള പുതിയ യത്ന പരിപാടികൾ, ആർദ്രം പരിപാടി, അതുപോലെ തന്നെ വിവിധ ലൈഫ് പോലുള്ള വിവിധ പദ്ധതികൾ സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ള പദ്ധതിയാണ് നവംബർ 8-ന് തുടക്കം കുറിക്കുന്നത്. അതിൻ്റെ വിളംബര ജാഥയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ എല്ലാ വാർഡുകളിലും ഡിസംബർ 8-ന് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ അതിൻ്റെ പരിപാടികൾ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MV രാഘവൻ, ബഷീർ വെള്ളിക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭ നവകേരള മിഷന്റെ ഭാഗമായി ഹരിത കേരളം പദ്ധതിയും മുനിസിപ്പൽ തല ഉദ്ഘാടനവും ഡിസംബർ 8-ന് നടക്കും. 22-ാം വാർഡ് ശുചിത്വ മേഖലാ പ്രഖ്യാപനവും റാലിയും സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു.
നവകേരള മിഷന്റെ ഭാഗമായ ഹരിത കേരളം പദ്ധതിയുടെ കാഞ്ഞങ്ങാട് നഗരസഭാതല ഉദ്ഘാടനവും 22ാം വാർഡ് സമ്പൂർണ്ണ മാലിന്യവിമുക്ത മേഖല പ്രഖ്യാപനവും ഡിസംബർ 8-ന് നടക്കും. ചേടി റോഡിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു ഉദ്ഘാടനം നിർവഹിക്കും. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ അധ്യക്ഷനാവും. ആ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഇതിനെ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ഈ ഗൃഹ സന്ദർശനത്തിലൂടെയും ഒക്കെ നമ്മൾ ബോധവൽക്കരിക്കുകയും ആ ബോധവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ മാസം നവംബർ മാസം അജൈവ മാലിന്യങ്ങൾ, അതായത് പ്ലാസ്റ്റിക്, അത് പ്ലാസ്റ്റിക് ബാഗുകൾ അതുപോലുള്ള വൃത്തിയാക്കി വീടുകളിൽ സൂക്ഷിക്കാൻ പറയുകയും അത് നമ്മളെ ഒരു ക്യാമ്പയിൻ വർക്കിൻ്റെ രീതിയിൽ തന്നെ ആ മാലിന്യങ്ങൾ നമ്മളെ ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്ത് 2 ലോറി വെറും ബാഗുകൾ, പ്ലാസ്റ്റിക് ബാഗുകൾ മാത്രം സംസ്കരണ കേന്ദ്രത്തിലേക്ക് കയറ്റി അയക്കുകയുണ്ടായി. കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ എൽ സുലൈഖ ശുചിത്വ മേഖല പ്രഖ്യാപനം നടത്തുമെന്നും ഭാരവാഹികൾ കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ മുൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പള്ളിക്കൈ രാധാകൃഷ്ണൻ, കെ വി അമ്പൂഞ്ഞി, കെ സി ദാമോദരൻ, എ വി സന്തോഷ് കുമാർ, എം ശാരദ കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പിരിച്ചുവിട്ട ജീവനക്കാരന്റെ ആനുകൂല്യ നിഷേധം. പുല്ലൂർ ബാങ്ക് ഭരണസമിതിക്കെതിരെ ബിജെപിയുടെ സമരം. പുല്ലൂർ ബാങ്ക് ഭരണസമിതിക്കെതിരെ ബിജെപി സമരം തുടങ്ങി. 16 വർഷം മുമ്പ് പിരിച്ചുവിട്ട ജീവനക്കാരന്റെ തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ നൽകാനുള്ള കോടതി വിധി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് ബിജെപി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത്. പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടന്നത്. ബിജെപി പ്രവർത്തകൻ കൂടിയായ കെ ചന്ദ്രൻ പൊള്ളക്കടയുടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞ ഭരണസമിതിയാണ് പുല്ലൂർ ബാങ്ക് ഭരിക്കുന്നതെന്ന് ബിജെപി നേതാക്കൾ ആരോപിച്ചു. സമരം ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. 2000 ആണ്ടിൽ 3 ദിവസം ബാങ്കിൽ നിന്ന് ലീവ് എടുത്തു എന്ന നിസ്സാരമായ കുറ്റത്തിന് അദ്ദേഹം ലീവ് ലെറ്റർ കൊടുത്തിരുന്നു. അത് രാഷ്ട്രീയ പ്രതികാര ബുദ്ധിയോടെ ആ മനുഷ്യനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്ന ഒറ്റ ലക്ഷ്യം കൊണ്ട് ആ ഹാജർ ബുക്ക് തിരുത്തുകയും അദ്ദേഹം ഒപ്പിട്ട ഒപ്പ് വരെ ബ്ലേഡ് കൊണ്ട് ചുരണ്ടി മാറ്റിക്കൊണ്ട് അദ്ദേഹം ലോങ് ലീവ് എടുത്തു, അറിയിക്കാതെ ലീവ് എടുത്തു എന്ന കുറ്റം കൊണ്ട് അദ്ദേഹത്തിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയും അദ്ദേഹത്തിന് വ്യക്തമായ കാരണം കാണിക്കാനുള്ള സമയം കൊടുക്കാതെ അദ്ദേഹത്തെ ജോലിയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട ജനാധിപത്യ വിരുദ്ധമായ, മാനുഷിക വിരുദ്ധമായ, ഫാസിസ്റ്റ് മനോഭാവമുള്ള, അസഹിഷ്ണുതയുള്ള ഒരു മാനേജ്മെന്റിന്റെ, ഒരു ഡയറക്ടർ ബോർഡിന്റെ ചെയ്തിയുടെ ഫലമായി 16 വർഷക്കാലം നിരന്തരമായി കോപ്പറേറ്റീവ് സംവിധാനങ്ങളെയും കോടതികളിലും കയറിയിറങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആയുസിന്റെ 16 വർഷക്കാലം ഹോമിക്കപ്പെട്ട ഒരു നിരപരാധിയുടെ ജീവിതത്തിനു വേണ്ടിയുള്ള സമരമാണ് ഈ സമരം. ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി വി സുരേഷ് അധ്യക്ഷനായി. എ വി ഗിരീഷ്, ബാബു പുല്ലൂർ, കെ കാർത്തിയായണി, പി രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ഭവനരഹിത ഭൂരഹിത കേരളം മുദ്രാവാക്യവുമായി KSKTU പ്രവർത്തകർ മാർച്ച് നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭയിലേക്കാണ് മാർച്ച് നടന്നത്. മുഴുവൻ ഭൂരഹിതർക്കും ഭൂമി നൽകുക, ഭവനരഹിതർക്ക് വീട് നൽകുക എന്ന ആശയവുമായാണ് KSKTUവിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. KSKTU കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് CPM ജില്ലാ സെക്രട്ടറി KP സതീശ്ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് KSKTU പ്രതികരിക്കുന്നത് ഈ ആനുകൂല്യങ്ങളൊന്നും കിട്ടാത്ത സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ മാർച്ചിന്റെ ഉദ്ദേശം. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ആളുണ്ട്. ഭൂമി ഇല്ലാത്ത ആളെ സ്ഥിതി കേട്ടോ. ഒരു തുണ്ട് ഭൂമിയില്ല, കിട്ടാനുമില്ല, അച്ഛനുമില്ല, അമ്മക്കുമില്ല, കുടുംബത്തിനുമില്ല, അവനവനുണ്ട്. എന്താക്കി ചെറിയ ആൾക്ക് ഭൂമിയില്ല, പക്ഷേ കുടുംബത്തിന് ഭൂമിയുണ്ട്. അച്ഛന് 10 സെന്റുണ്ട്, അമ്മക്ക് 10 സെന്റുണ്ട്, 2 മക്കളാണ്. സി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. പി സുശാന്ത്, എ രാജൻ, പവിത്രനരയി തുടങ്ങിയവർ സംസാരിച്ചു.
പള്ളിക്കേ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. വീടും ഭൂമിയുമില്ലാത്തവരുടെ വിവരങ്ങളടങ്ങിയ നിവേദനം നഗരസഭാ ചെയർപേഴ്സൺ എൽ സുലേഖയ്ക്ക് സമരക്കാർ കൈമാറി. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. വിശ്വതുളുവരെ അയ്യനോ 2016 ഡിസംബർ 9 മുതൽ 13 വരെ ബദിയടുക്കയിൽ വെച്ച് നടക്കും. 5 ദിവസങ്ങളിൽ 5 വേദികളിലായാണ് പരിപാടി നടക്കുക. ജാതിമത ഭാഷാ സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിനായി ഡിസംബർ 9 മുതൽ 13 വരെ ബദിയടുക്കയിൽ വെച്ച് വിശ്വതുളുവരെ അയ്യാനോ 2016 സംഘടിപ്പിക്കും. 5 ദിവസങ്ങളിൽ 5 വേദികളിലായാണ് പരിപാടി നടക്കുക. മധൂർ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന രഥയാത്രയുടെ ഉദ്ഘാടനം ബ്രഹ്മശ്രീ പുരോഹിത രത്ന, കേശവാചാര്യ ഉളിയത്തടുക്ക, ബാലകൃഷ്ണ അഗിത്തായ തുടങ്ങിയവർ നിർവഹിച്ചു. പരിപാടിയുടെ ഭാഗമായി ബഹുഭാഷാ സംഗമം, തുളുനാട്ടിലെ ജനമൈത്രി സംഗമം, തുളു സാഹിത്യ സമ്മേളനം എന്നിവ സംഘടിപ്പിക്കും. പരിപാടിയിൽ താരാനാഥ മധൂർ, രവീന്ദ്ര ഗൈ, വേണുഗോപാല, ദിവാകരൻ മുതലായവർ സംബന്ധിച്ചു. രഥയാത്ര മധൂർ ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു. ഒരിക്കൽ നിരാശയോടെ മടങ്ങേണ്ടി വന്നുവെങ്കിലും കടയങ്കയം തട്ടിലെ കെ രാധിക ആയുർവേദ ഡോക്ടറാവും എന്ന് ഉറപ്പായി. പറശ്ശിനിക്കടവ് മെഡിക്കൽ കോളേജിലാണ് പട്ടികവർഗ സമുദായത്തിൽപ്പെട്ട ഈ പെൺകുട്ടി പ്രവേശനം നേടിയിരിക്കുന്നത്. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ 5ാം വാർഡായ കടയങ്കയം തട്ടിലെ സി കുഞ്ഞികൃഷ്ണന്റെ മകളാണ് രാധിക. പഠനത്തിൽ മികവ് കാട്ടിയ ഈ പെൺകുട്ടി കേരള മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിലും ആ മികവ് പുലർത്തിയപ്പോൾ റാങ്ക് ലിസ്റ്റിലും അത് പ്രകടമായി. പട്ടികവർഗ വിഭാഗത്തിൽ 87ാം റാങ്ക് നേടിയ രാധികയ്ക്ക് ആയുർവേദ ഡോക്ടറാകാനായിരുന്നു താൽപര്യം. തിരുവനന്തപുരത്ത് നടന്ന സ്പോട്ട് അഡ്മിഷനു വേണ്ടി എത്തിച്ചേരാനുള്ള അറിയിപ്പ് കുട്ടിക്ക് കിട്ടിയതോടെ രാധയുടെയും കുടുംബത്തോടുമൊപ്പം കടയങ്കയം ഗ്രാമം മുഴുവൻ സന്തോഷിച്ചു. സ്പോട്ട് അഡ്മിഷനു വേണ്ടി തിരുവനന്തപുരത്തെത്തിയപ്പോൾ ആ ആഹ്ലാദം നിരാശയായി മാറി. സ്പോട്ട് അഡ്മിഷൻ വിളിച്ചു തിരുവനന്തപുരം. അപ്പം 4 സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സീറ്റ് ഞങ്ങൾക്ക് തന്നിട്ട്, ഒരു സീറ്റ് റിസർവേഷൻ സീറ്റിൽ ST കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞു ST ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കി 2 കോളേജ് നമ്മളോട് സഹകരിക്കുന്നില്ല എന്ന്. അപ്പം ഇതറിഞ്ഞിട്ട് എൻ്റെ ഇളയപ്പനാണ് മെയിനായിട്ട്. അദ്ദേഹത്തിന് കുറച്ച് സാമൂഹ്യത്തിലുള്ള ഇടപെടലും അങ്ങനെ കൊണ്ട് മാത്രമാണ് ഇപ്പം ഞാനിവിടെ എത്തിയേക്കുന്നത്. കാരണം അന്നേരം ഒരു സീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ കളക്ടറേറ്റിൽ പോയി മന്ത്രിയുടെ PA കണ്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ സീറ്റ് നിങ്ങൾക്ക് എന്തായാലും തരും അപ്പം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വന്നു. അപ്പം പിന്നീടുള്ള ഒരു സ്പോട്ട് അഡ്മിഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ആ സ്പോട്ട് അഡ്മിഷൻ തിരുവനന്തപുരത്ത് വരെ പോയി. അങ്ങനെ അവിടെ പോയി സ്പോട്ട് അഡ്മിഷൻ പങ്കെടുത്തു, കിട്ടി. സീറ്റ് അനുവദിക്കാമെന്നേറ്റ 2 കോളേജും പിന്മാറിയതുകൊണ്ട് അഡ്മിഷൻ നടത്താൻ കഴിയില്ലെന്നായിരുന്നു മറുപടി. എൻട്രൻസ് കമ്മീഷണർക്ക് പരാതി നൽകിയ ശേഷം ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് സന്ദർശിച്ചപ്പോൾ പിന്നീട് അഡ്മിഷൻ കിട്ടുമെന്ന ഉറപ്പ് ലഭിച്ചുവെങ്കിലും അത് വിശ്വസിക്കാതെയാണ് മടങ്ങിയത്. സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നില്ല എന്ന നിരാശയിൽ കഴിയുമ്പോഴാണ് വീണ്ടും ഒരു സ്പോട്ട് അഡ്മിഷന് അറിയിപ്പ് ലഭിച്ചത്. ഒരു ഗ്രാമത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ചു. പറശ്ശിനിക്കടവ് ആയുർവേദ മെഡിക്കൽ കോളേജിൽ പ്രവേശനത്തിന് അനുമതി ലഭിച്ചു. ആദ്യം എനിക്ക് BMS പോലുള്ള ആ ഒരു മേഖലയിലേക്ക് പോകാൻ കഴിഞ്ഞത് MRCയിൽ പോയതുകൊണ്ട് മാത്രമാണ്. അപ്പം MRCയിലേക്ക് ഫസ്റ്റ് എന്നെ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ട് അവിടെ പ്രവർത്തിക്കുന്ന ST കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞത് നമ്മുടെ പ്രൊമോട്ടറാണ്. അപ്പം അദ്ദേഹം അങ്ങോട്ട് വേണ്ട എല്ലാ അപേക്ഷ ഫോറം തന്നു, ഫില്ല് ചെയ്തു, അങ്ങനെ കൊണ്ടുകൊടുത്തു. ആ MRC എന്നാണ് ഞങ്ങൾക്കൊരു ആദ്യത്തെ ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്, അല്ലെങ്കിൽ അത് എഴുതേണ്ട രീതിയെല്ലാം നമ്മൾ അറിയുന്നത് ആ MRC പോയിട്ടാണ്. പരവനടുക്കത്തെ ഗേൾസ് MRC. അപ്പം അവിടുന്ന് എൻട്രൻസ് എഴുതിയ ഒരു പ്രാവശ്യം. പക്ഷെ അത് കോച്ചിങ് ഒന്ന് നല്ലപോലെ എടുത്തു. പക്ഷേ അപ്പം ആ ഒരു സീരിയസ്നെസ്സിൽ എടുക്കാത്തതുകൊണ്ട് അതപ്പം നല്ലപോലെ എഴുതാൻ കഴിഞ്ഞിട്ട. പിന്നീട് ഞാൻ ബ്രില്യൻറ്റിൽ പോയി റിപ്പീറ്റ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് ST കാറ്റഗറിയിൽ 87ാമത്തെ റാങ്ക് കിട്ടിയത്.
കടയങ്കയംതട്ടിലെ കെ രാധിക എന്ന പെൺകുട്ടി ആയുർവേദ ഡോക്ടറാകും എന്ന് ഉറപ്പായി. ഈ സന്തോഷം ആ ഗ്രാമം മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണിപ്പോൾ. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ അജാനൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ കുടുംബസംഗമം സംഘടിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനവും നടന്നു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ അജാനൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കുടുംബസംഗമം നടന്നത്. വെള്ളിക്കുത്ത് നെഹ്റു സർഗവേദി ബാലവേദി ഹാളിലാണ് കുടുംബസംഗമം നടന്നത്. തുടർന്ന് സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു. KSSPU ജില്ലാ കമ്മിറ്റി ട്രഷറർ VV ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. എത്രയോ ലക്ഷം ലിറ്റർ വെള്ളമാണ്. ഈ വെള്ളം നേരിട്ട് കടലിലേക്ക് ഒരു പഞ്ചായത്തിലെ 50% ആൾക്കാർ ചെയ്താൽ നമ്മുടെ വരൾച്ച നമ്മുടെ വെള്ളം കുടിവെള്ളം എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. മണ്ണിന്റെ ദാഹം അപ്പോഴും തീർന്നില്ല. ഇതൊരു ശരിയായ പരിഹാരമല്ല. കാരണം മണ്ണിന്റെ ദാഹം തീരണമെങ്കിൽ ഇത് പോരാ. നമ്മൾക്ക് പക്ഷേ നമ്മുടെ കിണറിൽ അത്യാവശ്യം കുടിക്കാൻ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മണ്ണിന്റെ ദാഹം തീരണമെങ്കിൽ മണ്ണ് സംരക്ഷിക്കണം, അവിടെ മരങ്ങൾ ഉണ്ടായിരിക്കണം. അത് നമുക്ക് കുളിർമ തരുന്നു, നമുക്ക് ഭക്ഷണം തരുന്നു. KSSPU അജാനൂർ യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് V കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. പ്രൊഫസർ M ഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി. P കുഞ്ഞമ്പു പൊതുവാൾ, KN ദിവാകരൻ, TV നാരായണൻ, MC അഗസ്റ്റിൻ, P ശങ്കരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രശസ്ത ശില്പി മനോജ് മേഘയുടെ മ്യൂറൽ ചിത്രങ്ങളുടെ പ്രദർശനം കാഞ്ഞങ്ങാട്ട് തുടങ്ങി. കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിലാണ് ചിത്രപ്രദർശനം നടക്കുന്നത്. കേരളത്തിനകത്തും പുറത്തും ക്ഷേത്രങ്ങളിൽ വ്യാളിമുഖം നിർമ്മിച്ച് ശ്രദ്ധേയനായ മനോജ് വരച്ച മ്യൂറൽ ചിത്രങ്ങളാണ് ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിക്കുന്നത്. കാപ്പിൽ സനാബിൽ ഫുട്ബോൾ അക്കാദമിയുടെ സഹകരണത്തോടെയാണ് ചിത്രപ്രദർശനം നടക്കുന്നത്. ചിത്രപ്രദർശനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ L സുലൈഖ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ഇങ്ങനെ ഒരു കലാകാരൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ കലാപരമായ കഴിവുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും ആരും അറിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത്തരം കഴിവുകൾ നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് വേണ്ടി നമ്മളൊക്കെ കൂടുതൽ പ്രവർത്തിക്കണം. കാരണം കല എന്ന് പറയുന്നത്, കലാപരമായ കഴിവ് എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ല. KBM ഷെരീഫ് കാപ്പിൽ അധ്യക്ഷനായി. ചടങ്ങിൽ ചിത്രകാരന്മാരായ വരദ നാരായണൻ, വികാസ് തുടങ്ങിയവരെ ആദരിച്ചു. വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ വത്സൻ, വാർഡ് കൗൺസിലർ റംഷി തുടങ്ങിയവർ സംസാരിച്ചു. ചിത്രപ്രദർശനം 12-ന് സമാപിക്കും. ആയുർവേദ കോളേജിൽ പ്രവേശനം ലഭിച്ച കടയങ്കയം തട്ടിലെ കെ രാധികയെ യുവതാര പുരുഷ സ്വയം സംഘം അനുമോദിച്ചു. കേരള മെഡിക്കൽ എൻട്രൻസിൽ പട്ടികവർഗം വിഭാഗത്തിൽ 87ാം റാങ്ക് നേടിയാണ് ഈ മിടുക്കി ഡോക്ടർ പഠനം സാധ്യമാക്കിയത്. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ 5ാം വാർഡായ കടയങ്കയം തട്ടിലെ C കുഞ്ഞികൃഷ്ണന്റെ മകളാണ് രാധിക. ആയുർവേദ ഡോക്ടറാകാൻ പോകുന്ന കെ രാധികയെ കടയങ്കയം തട്ട് യുവതാര പുരുഷ സ്വയം സഹായ സംഘം അനുമോദിച്ചു. കടയങ്കയം തട്ട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ കിനാനൂർ കരിന്തളം പഞ്ചായത്ത് പ്രസിഡന്റ് A വിധുബാല മുഖ്യാതിഥിയായിരുന്നു. രാധികയ്ക്കുള്ള യുവതാരയുടെ ട്രോഫി വിധുബാല സമ്മാനിച്ചു. ഇങ്ങനെ റാങ്ക് കിട്ടിയെന്ന്, MBA/MS കുട്ടിക്ക് പ്രവേശനം കിട്ടിയെന്ന് രാഘവൻ ആ സമയം തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം നമുക്കറിയാം, നമ്മളെ ഗ്രാമപഞ്ചായത്തിനകത്ത് 52ഓളം കോളനികളുണ്ട്. എല്ലാ കോളനികളും സന്ദർശിച്ച ഒരാൾ എന്നുള്ള നിലക്കും ആ കോളനികളിലെ പ്രയാസങ്ങളും ആ കോളനിയിൽ നിലവിലിരിക്കുന്ന പ്രശ്നങ്ങളും പരിമിതികളും പ്രതിസന്ധികളും ഒക്കെ പഠിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ ഏറ്റവും അധികം സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു അത്. നമുക്കറിയാം, നമ്മുടെ വിവിധ കോളനികൾ, ഈ പ്രദേശത്തിനകത്ത് മാത്രമല്ല കേരളത്തിനകത്തെ വിവിധ കോളനികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രം ഒരു കുട്ടിയെ, അതിന് പ്രചോദനമേകിക്കൊണ്ട് ഒരു കുട്ടിയെ എത്രമാത്രം അതിന് പ്രാപ്യമാക്കുന്നു എന്നുള്ളതാണ് എല്ലാ കോളനികളിലുള്ള വലിയൊരു പ്രയാസം. പിന്നെ ഇങ്ങനെയൊരു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു തന്ന യുവതാര പുരുഷ സഹായ സംഘത്തിലെ എല്ലാ അംഗങ്ങളോടും നന്ദി പറയുന്നു. പഞ്ചായത്ത് അംഗം രമാ സുരേഷ് അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം P പ്രകാശൻ, CPM മേക്കാറളം ബ്രാഞ്ച് സെക്രട്ടറി സജിൻ കുമാർ എന്നിവർ സംസാരിച്ചു. യുവതാര സെക്രട്ടറി M രാഘവൻ സ്വാഗതവും പ്രസിഡന്റ് മധു നന്ദിയും പറഞ്ഞു.
INL-ന്റെ നേതൃത്വത്തിൽ മതേതര സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. INL ജില്ലാ കമ്മിറ്റി മതേതര സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. INL ജില്ലാ കമ്മിറ്റി മതേതര സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ മതേതര സംരക്ഷണ കൂട്ടായ്മ ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മയ്ക്ക് മാത്രമേ ആത്മാർത്ഥതയോടുകൂടിയിട്ടുള്ള പോരാട്ടം നടത്താൻ കഴിയുള്ളൂ എന്ന തിരിച്ചറിവാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് മതനിരപേക്ഷ വേദിയിൽ അണിചേർന്നുകൊണ്ട് മതേതര കൂട്ടായ്മ സൃഷ്ടിച്ചുകൊണ്ട് ബാബരി മസ്ജിദ് പ്രശ്നത്തിലും അതുപോലെ തന്നെ ഏക സിവിൽ കോഡിലും പാർട്ടി പ്രതികരിക്കും. ഇതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ ഇവിടെ ഇന്ന് ഡിസംബർ 6-ന് രാജ്യത്താകെ ഇന്ത്യൻ നാഷണൽ ലീഗ് മതേതര സംരക്ഷണ ദിനമായി ആചരിച്ചു. അബൂബക്കർ ഖാദിരി അധ്യക്ഷത വഹിച്ചു. സുബൈർ പടുപ്പ്, മുസ്തഫ, CMA ജലീൽ, റഹീം ബണ്ടിച്ചാൽ, അഷ്റഫ് തുരുത്തി, സാദിഖ് കടപ്പുറം, ഹുസൈൻ, കുഞ്ഞാമു നെല്ലിക്കുന്ന്, അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുവത്തൂർ കോവൽ AUP സ്കൂൾ 90-ാം വാർഷികത്തിന്റെ നിറവിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ വാർഷികാഘോഷം നടത്തും. സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. ഒരു പ്രദേശത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ വിഷയങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തുകയും അതിന്റെ പ്രവർത്തനത്തിന്റെ 90 വർഷം പൂർത്തിയാക്കുകയും ചെയ്യുന്ന സ്കൂളിന്റെ 90-ാം വാർഷികം വിപുലമായ രീതിയിൽ ആഘോഷിക്കാനാണ് സ്കൂൾ PTA-യുടെ തീരുമാനം. ആഘോഷത്തിന് മുന്നോടിയായുള്ള സ്വാഗത സംഘം രൂപവൽക്കരണ യോഗം ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. പൊതുസമൂഹത്തിന് പ്രാപ്തമാകുന്ന രീതിയിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നമ്മുടെ നാട്ടിലേക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സർക്കാർ, ത്രിതല പഞ്ചായത്തുകളും അതുപോലെ തന്നെ മറ്റ് ഏജൻസികളും നമ്മുടെ പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ നിൽക്കാൻ വേണ്ടി ചെയ്യണം. കാരണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇന്നലെ ഒരു സ്കൂളിനകത്ത് പോകുമ്പോൾ ഏതെങ്കിലും എന്ന് പറയട്ടെ, അവിടെ 2 കിണറുണ്ട്. ആ 2 കിണറിലും എല്ലാ ചപ്പുചവറുകളും അതുപോലെ തന്നെ മദ്യക്കുപ്പികളും ചെരുപ്പുകളും വലിച്ചെറി എങ്ങനെ നമുക്ക് അങ്ങനെ തോന്നും? നമ്മുടെ വിദ്യാലയത്തോടും അങ്ങനെ ഒരു നീതി കാട്ടാൻ ഇതാണ് പ്രശ്നം. നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് ബാധിച്ചു. ഇപ്പൊ ഇവിടെ രക്ഷകർത്താക്കൾ വന്ന് നാട്ടുകാർ വന്നു സ്കൂളിന്റെ പെറ്റി യോഗം വിളിച്ചാൽ അല്ലെങ്കിൽ സംരക്ഷണ സമിതി വിളിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്കും സന്നദ്ധ സംഘടനകൾക്കും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർക്കും ഇടപെടാൻ വേണ്ടിയാണ്. സ്കൂൾ PTA പ്രസിഡന്റ് TA സലാം അധ്യക്ഷത വഹിച്ചു. വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി സ്തുത്യർഹമായ അധ്യാപക സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപിക K പ്രമീളയ്ക്കും ഹിന്ദി അധ്യാപകൻ K രത്നാകരനും സമുചിതമായ യാത്രയപ്പ് നൽകാനും തീരുമാനിച്ചു. സ്കൂൾ മാനേജർ AV രാഘവൻ, പഞ്ചായത്ത് അംഗങ്ങളായ കക്കോട്ട് നാരായണൻ, ജയശ്രീ, മുൻ പ്രധാനാധ്യാപകൻ M നാരായണൻ എന്നിവർ സംസാരിച്ചു. മാധവൻ മണിയറ ചെയർമാനും TM സലാം വർക്കിംഗ് ചെയർമാനും E ഉഷ ജനറൽ കൺവീനറുമായി വിപുലമായ സ്വാഗത സംഘവും രൂപവൽക്കരിച്ചു. സ്കൂൾ സീനിയർ അസിസ്റ്റന്റ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹരിത കേരളം പദ്ധതികൾക്കായി ത്രിതല പഞ്ചായത്തുകൾ ഒരുങ്ങുന്നു. പഞ്ചായത്ത് മുനിസിപ്പൽ തല പ്രഖ്യാപനങ്ങൾ 8-ന്. വിളംബര റാലികൾ നടന്നു. ഭവനരഹിത ഭൂരഹിത കേരളം KSKTU-ന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. പിരിച്ചുവിട്ട ജീവനക്കാരന് ആനുകൂല്യം നൽകണം. BJP-യുടെ നേതൃത്വത്തിൽ പുല്ലൂർ ബാങ്കിന് മുന്നിൽ സമരം. വിശ്വ തുളുവരെ അയനോ കാസർഗോഡ് നടക്കും. 5 വേദികളിൽ ബദിയടുക്കയിലാണ് പരിപാടി നടക്കുന്നത്. ശില്പി മനോജ് മേഘയുടെ മ്യൂറൽ ചിത്രങ്ങളുടെ പ്രദർശനം കാഞ്ഞങ്ങാട്ട് ആർട്ട് ഗാലറിയിൽ തുടങ്ങി. കടയങ്കയം തട്ടിലെ K രാധികയുടെ നേട്ടത്തിന് പൊൻതിളക്കം. ഇനി മെഡിക്കൽ പഠനത്തിന്റെ നാളുകൾ. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ അജാനൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ കുടുംബസംഗമം നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.